ഇന്ന് വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം വഴുതക്കാടുള്ള ജൈവ കർഷകനായ ശ്രീ ഉണ്ണികൃഷ്ണൻ KR ആണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ശ്രദ്ധിക്കാം. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്. ഉണ്ണികൃഷ്ണൻ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു സർ, താങ്കളൊരു അർബൻ ഫാമർ അല്ലെങ്കിൽ ഒരു നഗര കർഷകനുമാണ്. കൂടെ സ്ഥലവുമുണ്ട്, അവിടെ പൂർണ്ണമായി കൃഷിയും ചെയ്യുന്നുണ്ട്. ഈ കൃഷിയിലോട്ട് എങ്ങനെയാണ് താങ്കൾ വന്നത്? ഞാൻ ആക്ച്വലി ഒരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചത്. നെയ്യാറ്റിൻകര ജില്ലയിലെ തിരുപുറം എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ യഥാർത്ഥത്തിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ മട്ടുപ്പാവിൽ കുറച്ച് എൻ്റെ വീട്ടാവശ്യത്തിനായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്താണ് ഇത് തുടങ്ങിയത് ഒരു 15 വർഷം മുന്നേ. കുറച്ചു കാലം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോലി വിടേണ്ടി വന്ന കാരണം ഞാൻ പിന്നെ സമ്പൂർണ്ണമായും ഈ മേഖലയ്ക്ക് തന്നെ. അപ്പോൾ ഒരു 10-15 വർഷം തൊട്ട് പൂർണ്ണമായി കൃഷിയിൽ തന്നെയാണ്? പൂർണ്ണമായും കൃഷി തന്നെയാണ്. അപ്പോൾ ഈ നഗരത്തിൽ ഇവിടെ വഴുതക്കാട് വീടുണ്ടെന്ന് പറയുന്നത്, അപ്പോൾ അവിടെ മട്ടുപ്പാവ് കൃഷി ആണ്. നെയ്യാറ്റിൻകരയിൽ അവിടെ നമ്മൾ ഫലവർഗ വൃക്ഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആണ് സാർ. ഒരു 100ഓളം തരത്തിൽപ്പെട്ട ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ഞാൻ കൃഷി ചെയ്തു വരുന്നു. അതൊരു 10-12 വർഷമായിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഈ 100ഓളം എന്ന് പറഞ്ഞാൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ടോ? ഒരു 50ഓളം വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പ്ലാവിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാവിൻ്റെ വെറൈറ്റി ആയിട്ടൊരു 15ഓളം പ്ലാവ് വെറൈറ്റി, അതായത് നല്ല അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു 15ഓളം വെറൈറ്റീസ്. തെങ്ങും മാവ്, ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിൾ, അങ്ങനെ വിവിധങ്ങളായ വേറെയും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ഒക്കെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നടുമ്പോൾ ഒരു പ്ലാൻ ചെയ്ത് നിങ്ങൾ തുടങ്ങിയത്, അതോ അങ്ങനെ അങ്ങ് നട്ടുപോയതാണോ? 15 വർഷം മുമ്പേ ആദ്യം ഇത് ഫ്രൂട്ട്സിൻ്റെ മേഖലയിലോട്ട് തിരിയുമ്പോൾ ഈ പോംഗ്രനേറ്റ് കൃഷി, മഹാരാഷ്ട്രയിൽ ചെയ്തിരിക്കുന്ന പോംഗ്രനേറ്റ് കൃഷി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. മാതള നാരങ്ങ. അപ്പോൾ അതിൻ്റെ ആ ഭംഗിയും നമ്മുടെ കേരളത്തിലെ മാർക്കറ്റും എല്ലാം കൊണ്ട് എനിക്കത് നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി യഥാർത്ഥത്തിൽ ഒരു 100-150ഓളം പോംഗ്രനേറ്റിൻ്റെ തൈ വാങ്ങിച്ചാണ് ഞാൻ ഈ തിരുപുറത്തെ എൻ്റെ സ്ഥലത്ത് ഞാൻ നട്ടത്. പക്ഷേ 4-5 വർഷം നന്നായിട്ട് വന്നു, കുറച്ച് കായൊക്കെ കിട്ടിയെങ്കിലും പോംഗ്രനേറ്റിന് നമ്മുടെ പൊതുവേ കേരളത്തിൽ അത്ര നല്ലതല്ല. നല്ല വെയിലും തണുപ്പും രണ്ടും ഒരേപോലെ വരുന്ന ചില മേഖലകളാണ്. ഫസ്റ്റ് സെലക്ഷൻ തന്നെ നമ്മുടെ ഒരു പരാജയം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചത് നമ്മുടെ തെങ്ങ് കൃഷിയാണ് ആ മേഖലയിൽ എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ വില കുറവായത് കാരണം ഞാൻ തെങ്ങ് ഒരുപാട് വച്ചെങ്കിലും എനിക്കങ്ങനെ കൂടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാവാം, ചെമ്പഞ്ചെല്ലിയും എല്ലാം കാരണം അത് ഒരുപാട് നശിച്ചു പോയി. കായ്ച്ചു വന്ന ഒരുപാട് തെങ്ങ് എനിക്ക് നഷ്ടപ്പെട്ടു. അതോടുകൂടി എനിക്ക് തെങ്ങ് കൃഷി വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതായി സത്യത്തിൽ. പക്ഷെ ഇന്നത്തെ വില അതല്ല. അത് വില മാത്രമല്ല, തെങ്ങിന് വളരെ മികച്ച ഒരു വിളയായി മാറിയിരിക്കുന്നു വീണ്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് ജാതി. അപ്പോൾ എൻ്റെ വീടിനടുത്തൊരു കർഷകൻ, പുള്ളി ജാതി കൃഷി ചെയ്ത് ആ മണ്ണ് നല്ല വിളവും കാശ് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്തും പറഞ്ഞു, ഉണ്ണികൃഷ്ണ അത് ജാതി വയ്ക്കൂ, ജാതി വെച്ചാൽ നേട്ടം ഉണ്ടാകുമെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ, പുള്ളി ഒരു DSP പോസ്റ്റിലിരുന്ന മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടും കൂടെ ഞാൻ വെച്ചു തുടങ്ങിയത്. ഇപ്പോൾ ജാതി നല്ല രീതിയിൽ ഇപ്പോൾ വിളവ് തരുന്നുണ്ട്. എത്ര ചെടി വെച്ചായിരുന്നത്? ജാതി 55 ചെടി ഞാൻ വെച്ചു. 50ഓളം ഇപ്പോൾ എൻ്റെ പുരയിടത്തിൽ കായ്ഫലം കിട്ടിത്തുടങ്ങി. ഇതൊക്കെ വെക്കാൻ നേരം നടീൽ വസ്തുവൊക്കെ നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണോ അത് നല്ല നഴ്സറിയിൽ നിന്ന് അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് നിന്നാണോ അത് വാങ്ങിക്കുകയൊക്കെ ചെയ്തത്? ആണ് സാർ. ഞാൻ അന്ന് ജാതിയെക്കുറിച്ച് കൂടുതലായിട്ട് തിരക്കിയപ്പോൾ നമ്മുടെ മേഖലയിൽ ജാതി കൃഷി വ്യാപകമല്ല. അപ്പോൾ കൂടുതലും കോട്ടയം അങ്ങോട്ടുള്ള റീജിയൻസിലാണ് കൂടുതലും ഇത് ജാതി കൃഷി ചെയ്ത് വരുന്നത്. തൈ കിട്ടാൻ വലിയ കോസ്റ്റ്ലിയോ ആയിരുന്നു. പിന്നെ നല്ല ജാതി തൈ വെച്ചാൽ മാത്രമേ പ്രയോജനമുള്ളൂ ഫ്യൂച്ചറിൽ. ഞാൻ ആ സമയം നല്ല പ്രോപ്പറായിട്ടുള്ള തൈ വാങ്ങി വെച്ചതുകൊണ്ട് എനിക്കിപ്പം മികച്ച ഫലം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല പത്രിക കട്ടിയുള്ളതും വലുതും. പക്ഷെ എല്ലാം ഒരേ സാധനമല്ല. ഈ 50-ൽ തന്നെ ഒരു 10ഓളം വെറൈറ്റി അതിലുണ്ട്. പക്ഷെ എല്ലാം ബഡ് ചെയ്ത തൈ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള കായകൾ തന്നെയാണ് കിട്ടുന്നത്. ഇതിനൊക്കെ നല്ല വളർച്ചയ്ക്ക് വേണ്ടി വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ട്. താങ്കളിപ്പം പൂർണ്ണമായി ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് ചെയ്തത്? എൻ്റെ മൂത്ത ബ്രദർ കുറച്ച് പിഗിൻ്റെ ഫാം ചെയ്യുന്നുണ്ട്. വൻ സ്കെയിലായിരുന്നു പുള്ളി. 1000ഓളം പിഗ് അതിലുണ്ടായിരുന്നു നേരത്തെ. പിന്നെ പശു ഉണ്ടായിരുന്നു പുള്ളിക്ക്, പശു ഉണ്ടായിരുന്നു, ആടുണ്ട്,
അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാഷ്ടം എല്ലാം അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വെളിയിലോട്ട് എനിക്ക് പോകണ്ട. ചാണകത്തിന് ഒരു കുറവുമില്ല. ആടിൻ്റെ കാഷ്ടമുണ്ട്. പന്നിയുടെ തന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ കരി പോലെയാണ് അത്. ചാണകം പോലെ തന്നെ വളരെ ഇതായിട്ടുള്ള ആണ്. അതെല്ലാം ഞാൻ യൂസ് ചെയ്യും. പക്ഷേ ഇതൊക്കെ തന്നെയാണെങ്കിലും മഴ സമയങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നേരത്തെയൊക്കെ നീറ്റുകയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് പച്ചക്കൊക്കെയാണ് ഞാൻ എല്ലാ വർഷവും ഇടുക. എല്ലാ വർഷവും ജൂണിലെ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും പച്ചക്കൊക്കെ ആദ്യം ഞാൻ ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വളങ്ങളെല്ലാം ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തടവെടുത്താണോ ഇടുന്നത് അതോ അങ്ങനെ ആദ്യമൊക്കെ അതിൻ്റെ ഗ്രോയിങ് സ്റ്റേജിലെല്ലാം തടവെടുത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നല്ല വളർച്ച എത്തി എല്ലാം കായ്ഫലം തന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെ തടവൊന്നും എടുക്കാറില്ല. മുകളിൽ കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ലയിപ്പിക്കുകയാണ് പതിവ്. 19 ജാതി മരമുണ്ട്, പിന്നെ പ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞ്. പ്ലാവ് ഇതേമാതിരി വിവിധ ഇനങ്ങളുണ്ടല്ലേ? ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ പ്രവണത ഒരു കുള്ളൻ പ്ലാവുകളാണല്ലോ. ആണ് സാർ. വിയറ്റ്നാം സൂപ്പർ എല്ലി, കംബോഡിയൻ ജാക്ക് എന്ന് പറഞ്ഞാൽ 1-1.5 വർഷം കൊണ്ട് തന്നെ ഫലം തരുന്ന മരങ്ങളാണ്. പക്ഷെ അവയ്ക്ക് ചെറിയ പോരായ്മകളും ഉണ്ട്. ഏർലിയായിട്ട് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ടെങ്കിലും ചെറിയ പോരായ്മകൾ കാണുന്നുണ്ട്. ഫംഗസ് പെട്ടെന്ന് പിടിക്കുന്നതായിട്ട് പല തോട്ടങ്ങളിലും കാണുന്നുണ്ട്. അങ്ങനെയുള്ള താങ്കൾക്ക് അങ്ങനെ വല്ലതും പ്രതിസന്ധി വന്നു? എനിക്ക് കുറേ പ്ലാവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 10-15 വെറൈറ്റി, J33, കംബോഡിയൻ ഓറഞ്ച് ജാക്ക്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പല വീടായിട്ട് എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പലതും ഫ്രൂട്ട്സ് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണോ ഇതെല്ലാം? ഇങ്ങനത്തെ എല്ലാ വെറൈറ്റീസും വേണോ എന്നുള്ളൊരു എൻ്റെ ആവശ്യത്തിനാണ് ഇത് കൃഷി ചെയ്ത് തുടങ്ങിയെങ്കിലും ഒരു 5 വർഷം മുന്നേ ഞങ്ങളുടെ ഗാന്ധി സ്മാരക നിധി, തിരുവനന്തപുരത്തെ സംഗീത കോളേജിൻ്റെ ഫ്രണ്ടിൽ ഗാന്ധി സ്മാരക നിധിയിലൊരു ഞങ്ങളൊരു ജൈവ വിപണി, അതായത് തിരുവനന്തപുരത്തെ സിറ്റിയിലെ തന്നെ ഒരു 10-100 പേര് ചേർന്ന് അവിടെ ഒരു ജൈവ വിപണി ഞങ്ങൾ തുടങ്ങുകയുണ്ടായി. ആ ജൈവ വിപണിയിലേക്ക് ഞങ്ങൾക്ക് വീട്ടിൽ ബാക്കി വരുന്ന സാധനങ്ങൾ ഞങ്ങളവിടെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ ഏത് വെറൈറ്റി കൊണ്ടുപോയിരുന്നാലും സ്വീകരിക്കാൻ ഓടിയെത്തും. അത് പ്രത്യേകിച്ചും പലരും കാണാത്ത പുതിയ വെറൈറ്റികളായതുകൊണ്ട്. അപ്പം ഞാനത് ആദ്യമേ തന്നെ ഇതിൻ്റെ മൂവിങ് ഞാൻ മനസ്സിലാക്കി കുറച്ചൊക്കെ അവർക്കും വേണ്ടി കൂടെ വച്ചു. എനിക്ക് വേണ്ടിയൊന്നും സമ്പൂർണ്ണമായി പറയാനാവില്ല. എന്നിരുന്നാലും കുറേ അങ്ങനെ സെയിൽസിന് വേണ്ടി കൂടെ തന്നെ വച്ചു എന്ന് തന്നെ പറയാം. ഇതേമാതിരി മാവ് ഉണ്ട്. മാവ് ഒരു 10-20 വെറൈറ്റി മാവ് വെച്ചിട്ടുണ്ട്. അതെല്ലാം പക്ഷെ പോയിട്ട് വരുന്നേ ഉള്ളൂ. ഒരു 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. നാടൻ പ്ലാവും എനിക്കുണ്ട്, മാവും ഉണ്ട്. അതെല്ലാം നന്നായിട്ട് കായ്ക്കുന്ന സ്റ്റേജിലെത്തി. ഒരു 10-12-15 വർഷമോ 50 വർഷമോളം പഴക്കമുള്ള പ്ലാവുകളും എൻ്റെ പ്ലോട്ടിലുണ്ട്. ഇപ്പം പിന്നെ ഒരു എക്സോട്ടിക് ഫ്രൂട്ട്സും ആൾക്കാർ ഒത്തിരി താല്പര്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനത്തെ വല്ലതും ചെയ്തിട്ടുണ്ട്? ആണ് സാർ. ഒരുപാട് സാധനങ്ങൾ അന്നത്തെ ക്രൈസ് കാരണം ഞാൻ നഴ്സറിയിലും ഓരോരുത്തർ പറയുന്നതും കേട്ടൊക്കെ വാങ്ങിച്ച് ഒരുപാട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ചെയ്തതിൽ എനിക്ക് സക്സസ് ആയ കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് റംബുട്ടാൻ എനിക്ക് ഒരുപാട് കിട്ടുന്നുള്ളൂ. റംബുട്ടാൻ്റെ എല്ലാ വെറൈറ്റീസും ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ കിട്ടുന്ന എല്ലാ വെറൈറ്റീസും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുലാസാൻ എന്ന് പറഞ്ഞിട്ടൊരു മലേഷ്യൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. പുലാസാൻ നല്ലവണ്ണം കായ്ക്കുന്നുണ്ട്. മാംഗോസ്റ്റിൻ വെച്ചിട്ടുണ്ട്. ഇത് 3 മേജറായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട സാധനങ്ങളാണ്. പിന്നെ ഓറഞ്ച് വെച്ചിട്ടുണ്ട്, സ്വീറ്റ് ലൈം വെച്ചിട്ടുണ്ട്. അതൊക്കെ കായ്ക്കുന്നുണ്ട്. പക്ഷേ സ്വീറ്റ്നെസ് കിട്ടുന്നില്ല. എനിക്ക് പുളി അധികം ഇല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സ്വീറ്റ് ലൈമും അങ്ങനെ തന്നെയാണ്. പിന്നെ ജബൂട്ടി കവ, പിന്നെ അനോന ഫാമിലിയിലൊരു 8 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അനോന നമ്മളെ സീതപ്പഴം ഫാമിലി, അതിൽ ആനമുന്തിരി എന്ന് പറഞ്ഞ പഴയ ഒരു ടൈപ്പ്. അത് ഒരുപാട് മരങ്ങളുണ്ട് എൻ്റെ. അയ്യോ, ഇപ്പോൾ ആളുകൾക്ക് അത് കിട്ടുന്നില്ല. ആളുകൾ പഴയ ജനറേഷന്, പുതിയ ആളുകൾക്ക് ചിലപ്പോൾ അറിയാമോ എന്നറിയില്ല. ഈ പുറം ചുവന്നിരിക്കുന്ന ഒരു സംഭവത്തെയാണ് ഞങ്ങൾ ആനമുന്തിരി എന്ന് തിരുവനന്തപുരത്തുകാർ പറയുന്നത്. പല പേരുകളിൽ അത് അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ. പിന്നെ റൊളീനിയ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട്, നല്ല വലിയ പഴമാണ്. പിന്നെ അബിയു എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയേണ്ട ഒരു ഫ്രൂട്ട്, അബിയു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്. പക്ഷെ ഭയങ്കര അണ്ണാനോടും പ്രകൃതിയോടും ഒക്കെ മല്ലിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല വലയിട്ട് നല്ല എഫർട്ടാണ്. അതിനെ പിറകെ നിന്ന് അല്ലെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. റംബൂട്ടാൻ ഇതിനൊക്കെ വലയിടണം അല്ലേ? എല്ലാം സാർ. അല്ലെങ്കിൽ നമ്മൾ വേണ്ട രീതി പഴുത്ത് നമുക്ക് കിട്ടത്തില്ല. കാരണം നമ്മൾ അടുത്ത ദിവസം എക്സ്പെക്ട് ചെയ്ത് അവിടെ പോയാൽ അവിടെ ഒന്നും കാണില്ല. പിന്നെ ഡുറിയൻ വെച്ചിട്ടുണ്ട്. ഡുറിയൻ എനിക്ക് കാച്ചിട്ടില്ല ഇതുവരെ.
പക്ഷെ ഏകദേശം അത് കായ്ക്കാറായി. ഇത്രയും ഫ്രൂട്ട് ക്രോപ്സ് ഒക്കെ ഉള്ളപ്പം ജലസേചനം ഒരു വലിയ കാര്യമാണല്ലോ. അപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ ആണോ യൂസ് ചെയ്യുന്നത്? ആണ് സാർ. ഞങ്ങളുടെ ആ ഏരിയയിൽ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഭാഗ്യത്തിന് എൻ്റെ ഫാദർ അവിടെ ഒരു വലിയ കിണർ കുഴിച്ചിട്ടുണ്ട്. 175 അടി താഴ്ചയിൽ ഒരു 50 വർഷം മുന്നേ പുള്ളി ചെയ്തൊരു കിണറാണ്. ആ കിണറിൽ വറ്റാത്ത വെള്ളം ഉണ്ട്. എന്തായാലും വെള്ളത്തിന് ആ ഒരു കിണറുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൃഷിക്ക് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചോദിച്ച മാതിരി ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് യൂസ് ആ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തൊരു സ്റ്റേജ് വളർന്നതിന് ശേഷം ഡ്രിപ്പിൻ്റെ ആവശ്യം അവിടെ. ഇപ്പോൾ ഞാൻ മാനുവലായിട്ടാണ് ജലസേചനം ചെയ്യുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് 6 മന്ത്സും ഇപ്പോൾ മഴ കിട്ടുന്നുണ്ട്. അപൂർവം കുറച്ച് വേനൽക്കാലമാണ് ഇപ്പോൾ വരുന്നത്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ ആ വേനൽക്കാലം അത്രയും ഞാൻ മാനുവലായിട്ട് ഓസിട്ട് തന്നെയാണ്. ഞങ്ങളുടെ പ്ലോട്ടിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി എൻ്റെ ഇത് വച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓസിട്ട് തന്നെയാണ് അടിക്കുന്നത്. ഫലവൃക്ഷങ്ങളിൽ നമുക്ക് കീടരോഗ പ്രതിസന്ധി വരാറുണ്ടോ? വരും. അത് ഞാൻ എങ്ങനെ ജൈവ രീതിയിൽ നിങ്ങൾ ഞാൻ ചെയ്യുന്നത്, പ്ലാവിന് ഏറ്റവും പ്രശ്നമാകുന്നത് ഫംഗൽ പ്രോബ്ലം ഒരുപാട് വരുന്നുണ്ട്. അതിന് ഞാൻ സ്യൂഡോമോണസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എൻ്റെ കൃഷി ഓഫീസറുടെ അടുത്ത് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് ഇത് ഈ സ്യൂഡോമോണസിൽ നിൽക്കാത്ത പല സംഭവങ്ങളും എൻ്റെ അടുത്ത് പറയുന്നത്. കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് വന്നിട്ടൊരു കീടനാശിനിയുണ്ട്. കോപ്പർ ഓക്സി ക്ലോറൈഡ് അധികം അപകടകാരി അല്ല എന്നാണ്. അത് മരം നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുക. കോപ്പർ ഓക്സി ക്ലോറൈഡ് കൂടെ പ്രയോഗിക്കാറുണ്ട്. എന്നിട്ടും കിട്ടാത്തത് ഞാൻ പിന്നെ നോക്കാറില്ല. ഇങ്ങനെ നഷ്ടപ്പെടുന്ന ചെടികളുടെ സ്ഥലത്ത് പുതിയ ചെടി വെക്കാം? തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്ന സ്ഥലത്ത് വയ്ക്കും. പിന്നെ ഞാൻ വച്ചവയിൽ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടാത്ത, എനിക്ക് പിന്നെ അത് കാച്ചു വരുമ്പം ഇഷ്ടപ്പെടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുപാട് പ്ലാന്റ് ചെയ്തെങ്കിലും ഈ 10-20 ഞാൻ നിജപ്പെടുത്തിയത് പൊതുവേ ഇഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങളാണ്. ബാക്കി പലതും എനിക്ക് വെട്ടിക്കളയേണ്ടി വന്നു, ഒരുപാട് വെട്ടിക്കളയേണ്ടി വന്നു ഇതിൻ്റെ ഇടയിൽ. അവിടെയെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പുതിയൊരു വെറൈറ്റി വാങ്ങിച്ച് ഞാൻ പ്ലാന്റ് ചെയ്യും. ട്രിവാൻഡ്രത്താണ് താങ്കൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നഗര കൃഷിയും താങ്കൾ ചെയ്യുന്നുണ്ട് മട്ടുപ്പാവിൽ. അത് പച്ചക്കറിയാണോ മാത്രം? പച്ചക്കറി മാത്രമല്ല, മട്ടുപ്പാവിൽ ഞാൻ കുറേ ഫ്രൂട്ട്സും വച്ചിട്ടുണ്ട്. അതായത് കാച്ച് നിൽക്കുന്ന പലർക്കും കാണുമ്പോൾ അതിൻ്റെ തൈ വേണമെന്ന് പലരും എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ചെയ്യാനുള്ള സമയം എനിക്ക് അധികം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ മിക്കവാറും തൈകൾ എൻ്റെ മട്ടുപ്പാവിലുണ്ട്. ഫ്രൂട്ട്സിൻ്റെയും ഒരു 2500 സ്ക്വയർ ഫീറ്റ് വരും മുകളിൽ എനിക്ക് തോന്നുന്നു. ഞാൻ ഇതായിട്ട് എടുത്തിട്ടില്ല, എന്നാലും ഗ്രോ ബാഗ് കണക്കാക്കിയാൽ ഒരു 250 ഗ്രോ ബാഗ് കാണും ഞാൻ വച്ചിരിക്കുന്നത്. അതിൽ ഒരു 100ഓളം ഫ്രൂട്ട്സ് ആണ് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മെയിൻലി അതിലൊന്ന് ലെയർ ചെയ്യാനും ബഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത്. ഞാൻ തന്നെ ബഡ് ചെയ്യും, ലെയർ ചെയ്യും. ലെയറിങ്ങും ബഡിങ്ങും ഒക്കെ സ്വന്തം പഠിച്ചതാണോ അതോ എവിടെയെങ്കിലും പരിശീലനം? ഒരു വിരോധാഭാസം കൂടെ എനിക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. എന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫാദർ കൊണ്ടുവന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഗ്രികൾച്ചർ പഠിക്കാനായി പാറശാലയിലെ ഒരു സ്കൂളിലാണ് കൊണ്ട് ചേർത്ത്. ഞാൻ ട്രിവാൻഡ്രത്ത ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ കൊണ്ടുവന്നാക്കിയെങ്കിലും എനിക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്ന് ഞാൻ ഡിഗ്രിയും വേറെ മേഖലയിലോട്ട് പോയി. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അവിടെ തന്നെ വീണ്ടും തിരിച്ചെത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ വിരോധാഭാസമായി പറഞ്ഞത്. കൃഷി തന്നെയാണ് എല്ലാവരുടെയും അവസാനത്തെ ആശ്രയം എന്നുള്ള നിലയ്ക്കാവാം എന്തോ ഞാൻ അവിടെ തന്നെ ബഡിങ് ലെയറിങ്ങും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള സംഭവങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ മട്ടുപ്പാവില് എല്ലാവിധ പച്ചക്കറികളും ഉണ്ടോ? എല്ലാവിധ പച്ചക്കറികളും ഉണ്ട്. ഇതും പൂർണ്ണമായി ജൈവികം തന്നെ? അത് സമ്പൂർണ്ണമായി. ഈ ഒരു നല്ല ചർച്ചയ്ക്ക് വേണ്ടി താങ്കൾ ഇത്രയും സമയം കണ്ടെത്തി വളരെ നന്ദി.